നമസ്തേ, പ്രണവസംഗീതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ചില പ്രത്യേക സ്വഭാവം ഉള്ളവരെയും ചില പ്രത്യേക നക്ഷത്രക്കാരെയും കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും ആ ബുദ്ധിമുട്ടപ്പെടുന്ന സമയത്ത് ആരുടെ മുൻപിലും കൈനീട്ടാതെ തന്നെ സ്വന്തം കാര്യങ്ങൾ അവരുടെ സ്വപ്രയത്നം കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇതിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമ്മളുടെ എല്ലാവരുടെയും നിത്യജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഇല്ലാത്ത ആരും തന്നെ ഇല്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് ആരുടെ മുൻപിലും കൈനീട്ടാതെയും അതുപോലെ ആരുടെ മുൻപിലും ചോദിച്ച് വാങ്ങാതെയും സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരവരുടെ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഒക്കെ അറിഞ്ഞ് സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം പ്രതിരോധിച്ച് മുന്നോട്ട് പോകുന്ന ചില നക്ഷത്രങ്ങളാണ്. അവർക്ക് ആത്മാഭിമാനമാണ് വലുത് എന്ന് ചിന്തിക്കുകയും മറ്റുള്ളവരുടെ സഹായങ്ങൾ അവർ ഏറ്റുവാങ്ങിയാൽ അത് നാളെ അവർ ചോദിക്കുമോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാകുമോ മാനസികമായിട്ട് ഉള്ളതുകൊണ്ട് ആരുടെ മുൻപിലും ചോദിക്കാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും അതുപോലെ തന്നെ ഇവർക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഇവർ ആരുടെയും മുമ്പിൽ കൈനീട്ടാതെയും അതുപോലെ സ്വന്തമായിട്ട് നല്ല രീതിയിൽ പ്രയത്നിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുന്നത് കൊണ്ട് ഇവര് അഹങ്കാരികളാണോ എന്ന് ചിന്തിക്കപ്പെടുകയും ചെയ്യുന്ന നക്ഷത്രങ്ങളാണ്. ഇങ്ങനെയുള്ള നക്ഷത്രക്കാരാണ് കാർത്തിക, മകം, ഉത്രം, ചിത്തിര, ഉത്രാടം, മൂലം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ ഒരു നക്ഷത്രക്കാര് പ്രധാനമായും നല്ല രീതിയിൽ കഷ്ടപ്പെടുകയും അതുപോലെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ്. ഇവർ ഏതെങ്കിലും ഒരു തരത്തിൽ ഇവർ ആരുടെയും മുമ്പിൽ ചോദിക്കാൻ ഇട വന്നാൽ തന്നെ നല്ല രീതിയിൽ ആത്മബന്ധം ഉള്ളവരും ആത്മമിത്രങ്ങളായിട്ടുള്ളവരും അല്ലെങ്കിൽ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് എന്ന് തോന്നുന്നവരും അതുപോലെ നല്ല രീതിയിൽ ചോദിച്ചാൽ കിട്ടും എന്ന് പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരു ആളോട് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് മാത്രമായിരിക്കാം ചോദിക്കുക. അത് ഏറ്റവും അവസാനം ഒന്നും നടക്കില്ല എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള ഏറ്റവും അടുത്ത ഒരാൾ ഉണ്ടെങ്കിൽ ആ ആളിൻ്റെ മാത്രമായിരിക്കാം അവർ ചോദിക്കുക. ഈ ഒരു സ്വഭാവ സവിശേഷതകൾ ഉള്ള നക്ഷത്രങ്ങളാണ് ഞാൻ ഈ പറഞ്ഞവ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന നക്ഷത്രങ്ങൾ ഉണ്ട് എങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ട് എങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.